നമുക്കറിയാം സഭയിൽ ലോക്സഭയിൽ ഈ ബില്ല് പാസായ സമയത്ത് ഈ മുനമ്പം സമരസമിതിക്കാർ പടക്കങ്ങൾ പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമെല്ലാമാണ് അത് ആഘോഷിച്ചത്. അതായത് പുതിയ നിയമത്തെ അവർ അങ്ങനെയാണ് വരവേറ്റത്. ആ പുതിയ നിയമം പാസാക്കി നൽകിയ നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP സർക്കാരിനെ തീർച്ചയായും അതിന്റെ നന്ദി നേരിട്ട് അറിയിക്കാൻ, അതിനുള്ള അവരുടെ എല്ലാ അഭിനന്ദനവും അറിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു പരിപാടി നന്ദി മോദി എന്നുള്ള പേരിൽ ഇവിടെ സംഘടിപ്പിച്ചത്. ഈ 610 കുടുംബങ്ങളാണ് അവരുടെ ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനായിട്ട് ഈ 185 ദിവസമായിട്ട് ഇവരെ നിരാഹാരമിരിക്കുന്നത്. ഈ 610 കുടുംബങ്ങളിലെ അംഗങ്ങളെല്ലാം തന്നെ ഇന്ന് നടന്ന പരിപാടിയിൽ ഇവിടെ എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു നൽകിയ ഓരോ ഉറപ്പുകളും കയ്യടികളോടെയാണ് അവര് വരവേറ്റത്. വലിയ രീതിയിലുള്ള ഹർഷാരവങ്ങളും ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടായി. നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. അതായത് 100 വർഷത്തോളമായിട്ട് ഇവരുടെ കൈവശമുള്ള ഭൂമിയാണ്, പരമ്പരാഗതമായി കൈമാറി വന്ന ഭൂമിയാണ്. അതിന് അവർ നേരത്തെ കരമടച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നൊരു ദിവസം ഈ ഭൂമിക്ക് നിങ്ങൾ ഉടമസ്ഥരല്ല, ഇത് വഖഫിന്റെ ഭൂമിയാണ്, ഇതിന് കരമടയ്ക്കാൻ പറ്റില്ല എന്ന് അവരോട് വില്ലേജ് ഓഫീസിൽ നിന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ ഒരു ഭൂമി സ്വന്തമായി ഉണ്ട് എന്ന് പറയുമ്പോഴും അതുകൊണ്ട് യാതൊരു പ്രായോഗിക ഉപയോഗവും ഇവർക്കില്ലാത്തൊരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഏത് രീതിയിലും ഇതിൽ നിന്ന് മറികടക്കണം, കൈവശാവകാശം പുനഃസ്ഥാപിച്ചു കിട്ടണമെന്നുള്ള രീതിയിലേക്ക് അവർ പോയത്. അതിന് അവരെ സഹായിച്ചത് കേന്ദ്ര സർക്കാർ മാത്രമാണെന്ന് അവരെടുത്തു പറഞ്ഞു. കാരണം ഈ ആവശ്യവുമായി അവര് LDFനെയും UDFനെയും സമീപിച്ചിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായവും കിട്ടിയില്ല. കിട്ടിയത് കേന്ദ്ര സർക്കാരിൽ നിന്നും BJPയിൽ നിന്നും മാത്രമാണ്. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വശങ്ങളൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല. സഹായിച്ച ആളായതുകൊണ്ട് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് കൃത്യമായി അത് പറയുകയാണ്. അതിൽ മറ്റ് രാഷ്ട്രീയ മാനങ്ങളൊന്നും കാണേണ്ടതില്ല എന്ന് തന്നെ എടുത്ത് പറയുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഓരോ ആളുകളോടും, ഇവിടെ സമരം ചെയ്യുന്ന ആളുകളോടും നമ്മൾ സംസാരിച്ചാലറിയാം, അവരെല്ലാം സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്, വലിയ വിദ്യാഭ്യാസമൊന്നും അവകാശപ്പെടാനില്ലാത്തവരാണ്. പക്ഷേ ഈ വഖഫ് നിയമത്തെക്കുറിച്ച് 1995 നിയമത്തെക്കുറിച്ച് അവർ വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന ഭൂമി അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കാൻ വന്ന വഖഫ് ബോർഡിനെ പറ്റി ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി സാങ്കേതികമായ നിയമപരമായിട്ടുള്ള അറിവുകളെല്ലാം അവർക്കുണ്ട്. കാരണം അതിനെക്കുറിച്ച് അവർ അത്ര കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു നിയമം കൊണ്ടുവന്നപ്പോൾ വലിയ സന്തോഷത്തോടെ, വലിയ ആവേശത്തോടെ അവരതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിനുള്ള അഭിനന്ദനം കേന്ദ്ര സർക്കാരിന് അറിയിക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, ഏറ്റവും വേഗത്തിൽ തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇവിടെയുള്ള ആളുകളോട് പറയുകയുണ്ടായി. ഞാൻ പലതവണ ഇവരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആശങ്കകളുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇല്ല, കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിൽ പൂർണ്ണ തൃപ്തിയാണ്, വിശ്വാസമാണെന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് ഈ സംസാരിച്ച സമയത്തെല്ലാം തന്നെ കിരൺ റിജിജുവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചുറപ്പിച്ചതും അത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് നീതി ലഭിക്കും വരെ, നിങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് തിരികെ കിട്ടും വരെ എല്ലാ പിന്തുണയും നൽകി കേന്ദ്ര സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടാകും. ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നിങ്ങൾക്ക് ഈ ഭൂമി തിരിച്ചു കിട്ടിയതിനു ശേഷം ഒരിക്കൽ കൂടി ഞങ്ങൾ ഇവിടെ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അതെല്ലാം തന്നെ വലിയ രീതിയിൽ ഇവരുടെ ആത്മവിശ്വാസം വളർത്തിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ സ്വന്തം ഭൂമി ഇവർക്ക് തിരിച്ചു കിട്ടും, പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണുള്ളത്.